കേരളം വെറുപ്പോടെ നോക്കിക്കണ്ടിരുന്ന ഒരു മുഖമാണ് ഗോവിന്ദച്ചാമിയുടേത്. സൗമ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വിവരമാണ് പ്രേക്ഷകരോട് ഈ മണിക്കൂറുകളിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ, സാങ്കേതികമായി ഇന്ന് പുലർച്ചെ 1:15 ആണ് ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി, അതീവ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉള്ള സെല്ലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായ വീഴ്ചയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയിൽ വകുപ്പ് ഇതിൽ എന്താണ് നടപടികൾ സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ എങ്ങനെയും ഗോവിന്ദച്ചാമിയെ പിടികൂടേണ്ടതുണ്ട്. കാരണം പുറത്തുള്ള ഗോവിന്ദച്ചാമി അത്രമേൽ അപകടകാരിയാണ്. പ്രത്യേകിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ സൗമ്യ എന്ന പെൺകുട്ടിയെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയാണ്. കേരളം ഇത്രമേൽ വെറുപ്പോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള മറ്റൊരു പ്രതിയില്ല വർത്തമാന കാലഘട്ടത്തിൽ എന്നുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പോൾ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. അലക്കാൻ വെച്ചിരുന്ന തുണി കൂട്ടിക്കെട്ടിയാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത് ഗോവിന്ദച്ചാമിയുടെ തന്നെ വസ്ത്രമാണോ അതോ മറ്റുള്ളവരുടെ വസ്ത്രം കൂടി ഉപയോഗിച്ചാണോ ജയിൽ ചാടിയത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന. 1:15 കൂടിയാണ് ജയിൽ ചാടിയത് എങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ബഹുദൂരം പിന്നിടാൻ ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഗോവിന്ദച്ചാമിക്ക് സാധിച്ചിട്ടുണ്ടാകണം. അല്ല എങ്കിൽ ഈ പരിസര പ്രദേശത്ത് നിന്ന് മാറാൻ ഗോവിന്ദച്ചാമിക്ക് ഈ മണിക്കൂറുകളിൽ സാധിക്കുമെന്ന് കരുതാനാവില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ ഗോവിന്ദച്ചാമി ഒളിച്ചിരിക്കുകയാണോ എന്നതിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. ടോം കുര്യാക്കോസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒന്ന്, വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഗോവിന്ദച്ചാമിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാന വ്യാപകമായി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ 1:30 ഇയാൾ ജയിലിൽ ചാടിയതെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. കൈവശമുണ്ടായിരുന്ന, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി തുടർന്ന് മതിലിന്റെ ഫെൻസിങ്ങിന് മുകളിലേക്കും ഈ തുണി എറിഞ്ഞു, അതായത് ഈ തുണി ഉപയോഗിച്ചുള്ള വടം എറിഞ്ഞു പിടിച്ച് അങ്ങനെ ഇയാൾ മതിൽ കയറി മതിലിലൂടെ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്നാണ് നിലവിൽ ജയിൽ അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ ഇതിൽ പല രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഒറ്റക്കെയിനായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് ഇത് ഇത്രയും ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടക്കാൻ കഴിയുന്നത്? കാരണം ഈ കേസ് ഈ സുപ്രീം കോടതി, അതായത് നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദച്ചാമി ഈ കേസിനെതിരെ ഹൈക്കോടതി, അതായത് വിചാരണ കോടതിയും പിന്നീട് ഹൈക്കോടതിയും തൂക്കുകയർ വിധിച്ചു. അതിനുശേഷം അതിനെതിരെ അപ്പീൽ നൽകി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കുന്നതിലൂടെ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ഒറ്റക്കൈനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു യുവതിയെ ഇത്രയും മൃഗീയമായി കൊലപ്പെടുത്താൻ സാധിക്കുക എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ ഈ ഒറ്റക്കൈനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇത്രയും ഉയരമുള്ള ഒരു മതിൽ ഒറ്റക്കൈനായിട്ടുള്ള ഗോവിന്ദച്ചാമി ചാടിയെങ്കിൽ സ്വാഭാവികമായും ഒരു യുവതിയെ കൊലപ്പെടുത്താൻ ഗോവിന്ദച്ചാമിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇനി ഒരുപക്ഷെ ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയിലിനുള്ളിൽ തന്നെ ഒരുപക്ഷെ സഹായം ലഭിച്ചിട്ടുണ്ടാകാം. കാരണം ഗോവിന്ദച്ചാമി ഈ ജയിലിന്റെ സെല്ലിന്റെ അഴികൾ മുറിച്ചാണ് പുറത്തു ചാടിയത്. ഈ ജയിലിൽ അഴികൾ മുറിക്കാൻ അത് എങ്ങനെയാണ് സാധിച്ചത്? അതിനുശേഷം ഇത്രയധികം തുണികൾ വലിച്ചു കിട്ടിയെങ്കിലും ആ തുണികൾ ഗോവിന്ദച്ചാമിയുടെ മാത്രമാണോ, മറ്റാരുടെങ്കിലും ഉണ്ടോ, അതോ ജയിൽ അധികൃതർ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ? ഈ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജയിലിന് പുറത്ത് ആരെങ്കിലും ഗോവിന്ദച്ചാമിക്ക് സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമയമടക്കം. ടോം, ഞാൻ തിരികെ എത്താം. BJP നേതാവ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേന്ദ്രൻ, ഇതാ വലിയ സുരക്ഷാ വീഴ്ച എന്നതിനപ്പുറത്തൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക്, അതും ഒരു കൈ അംഗപരിമിതിയുള്ള കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് ജയിൽ ചാടിയതല്ലപ്പ, ഇത് ജയിൽ ചാടിച്ചതല്ലേ. കാരണം ആഴ്ചകളോളം എടുത്തിട്ട് ജയിലിന്റെ കമ്പി, അതായത് അയാൾ താമസിക്കുന്ന സെല്ലിന്റെ കമ്പി അയാൾ മുറിച്ചിരിക്കുന്നു.
അദ്ദേഹം ആ കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നത് രാത്രി 1:15. ജയിൽ അധികൃതർ ഇത്രയധികം CCTV എല്ലാം ഉണ്ടായിട്ടും അറിയുന്നത് 5:15. അദ്ദേഹത്തെ അത് പോലീസിൽ അറിയിക്കുന്നത് 7:15. 7.5 മീറ്റർ നീളമുള്ള മതില്, അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ്. അപ്പൊ ഒരു കഷ്ണം തുണി എടുത്തിട്ട് അയാൾ ഒരു കൈയുള്ള ഗോവിന്ദചാമി എടുത്ത് ജയിൽ ചാടി പോയി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഇത് ജയിലിനകത്തും പുറത്തും അയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ജയിൽ DGP ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ജയിലും സന്ദർശിക്കാറില്ല. ഇത്രയും കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിലും അദ്ദേഹം മറ്റേ ഓൺലൈൻ വഴിയുള്ള ഗൂഗിൾ മീറ്റിലാണ് ജയിലിലെ കാര്യങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ജീവനക്കാരനെയും മാറ്റിയിട്ടില്ല. ഇന്നലെ ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ജയിൽ അഡ്വൈസറി ബോർഡിൽ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളാണ്. CPMന്റെ കൊടും ക്രിമിനലുകളാണ് അവിടെ താമസിക്കുന്നത്. നേരത്തെ മൊബൈൽ ഫോണും ബാറ്ററിയും ചാർജറും മദ്യക്കുപ്പിയും പിന്നെ ഒക്കെ അവിടുന്ന് പിടിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടുത്തെ ക്രമസമാധാന നില എത്രമാത്രം തകർന്നു, എന്താണ് കേരളത്തിന്റെ സുരക്ഷ എന്നുള്ളത് വലിയൊരു പ്രധാന പ്രശ്നമാണ് ഇതില്. ഇതൊരു ഒറ്റപ്പെട്ട ജയിൽ ചാട്ടമല്ല. കാരണം ഈ കേസ് നടക്കുമ്പോൾ ഗോവിന്ദചാമിയെ സഹായിക്കാൻ വലിയ വലിയ സംഘങ്ങളാണ് വന്നത്. അദ്ദേഹത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിയമസഹായം കിട്ടിയത്. ആ കൊടും ക്രിമിനലിനെ സുപ്രീം കോടതിയിൽ പോയിട്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു. അപ്പൊ വൻ സംഘങ്ങൾ ഗോവിന്ദചാമിയുടെ പിന്നിലുണ്ട്. അപ്പൊ അവരാരെങ്കിലും ജയിലിൽ ബന്ധപ്പെട്ടോ, ജയിൽ അധികൃതരുടെ സഹായം കിട്ടിയോ, തടവുകാരുടെ സഹായം കിട്ടിയോ, രാഷ്ട്രീയ സഹായം കിട്ടിയോ, പുറത്ത് സഹായം കിട്ടിയോ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കേസാണ്. തീർച്ചയായും അതാണല്ലോ ശ്രീ കെ സുരേന്ദ്രൻ. ഇവിടെ എത്രയോ സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊരു പ്രതി, അതും അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ആ സെല്ലിലെ കമ്പി വളയ്ക്കുവാനോ അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റുവാനോ ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അതങ്ങനെ ഒരു നിമിഷം കൊണ്ടൊന്നും സാധിക്കുന്ന ഒന്നല്ല. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തുണികൾ കൂട്ടിക്കെട്ടി ജയിലിന് പുറത്തേക്ക് ചാടി എന്നുള്ള സൂചനയാണ്. അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അങ്ങനെയെങ്കിലും ഈ തുണികൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി സൂക്ഷിക്കുവാനും അത് ഒളിപ്പിച്ചു വെക്കുവാനും അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളൊക്കെ മിസ്സിംഗ് ആകുമ്പോഴും ഒക്കെ അതിന് കൃത്യമായ ഡേറ്റകൾ ഉണ്ടല്ലോ. ഒരു ജയിൽ പുള്ളിക്ക് ഒരു തടവുകാരന് കൊടുക്കുന്ന വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റ് ഇതര സാധനങ്ങൾക്കൊക്കെ കൃത്യമായ ഡേറ്റകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഈ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ച് പുറത്തു ചാടുക എന്നതല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ ആസൂത്രിതമായി ഇങ്ങനെ ജയിൽ ചാടണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അറിവോ അനുമതിയോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ഒന്നുമില്ലാതെ സാധിക്കുമെന്നത് അത്ര എളുപ്പമാണോ? അല്ല, അതന്നെയല്ല ഞാൻ പറഞ്ഞത്. ജയിൽ ചാട്ടമല്ലെന്ന്, ജയിൽ ചാടിച്ചതാണെന്ന് 100% ഉറപ്പാണ്. അദ്ദേഹത്തെ സഹായിച്ച് ആളുകൾ ജയിൽ ചാടിപ്പിച്ചതാണ്. അതിന് എല്ലാ വിധത്തിലുള്ള സഹായവും കിട്ടിയിട്ടുണ്ട്. ലാഗ് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. 1:15 നടന്ന സംഭവം 7:15 പോലീസ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ജയിൽ ചാടിയതല്ല, ജയിൽ ചാടിച്ചതാണ്. അവിടെ ശ്രീ സുരേന്ദ്രൻ, നേരത്തെ നമുക്കറിയാമല്ലോ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പാളിച്ച ഒരു ഡോക്ടർ തന്നെയാണ് സൂചിപ്പിച്ചത്. പിന്നീട് ഒരു കുട്ടിയെ നമുക്ക് നഷ്ടമാകുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ സിസ്റ്റത്തിൻ്റെ തകർച്ച നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഈ ജയിൽ വകുപ്പിൻ്റെ സിസ്റ്റവും അമ്പേ പരാജയമാണ് എന്ന് വേണമോ? അതായത് ജയിലിനകത്ത് പല പ്രതികളും സുഖവാസത്തിലാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർ എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ അങ്ങേയറ്റം ഗുരുതരമാണല്ലോ, അതും ഒരു കൊടും ക്രിമിനൽ. ഒരുപക്ഷെ ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയുടെ പേര് മറ്റൊന്നുണ്ടാകില്ലല്ലോ. യെസ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇത്. ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടിയാലും ഇത് അങ്ങേയറ്റത്തെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രതി, അതും ഒറ്റയ്ക്ക് ജയിലിൽ പാർപ്പിച്ചിരുന്നു, അതീവ സുരക്ഷയുള്ള സെല്ലിൽ